ആണെങ്കിൽ ഏണി നന്നാലും മരം ചേർത്ത് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് കെട്ടാൻ തുടങ്ങുക. അടിഭാഗത്തൊന്ന് കെട്ടുക. ഇതുണ്ടോ, ഇപ്പോൾ ഒന്ന് കെട്ടുക. അല്ലെങ്കിൽ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. അപ്പോൾ തന്നെ ഇത് നമ്മൾ തോണ്ടിയെന്നാണ് പറയുന്നത്. ഈ തുണിക്ക് കെട്ടുക. ഈ തുണി കെട്ടുക എന്ന് പറഞ്ഞാൽ കൈ തട്ടാതിരിക്കാൻ മുഴുത്ത തുണിയായിരിക്കണം. നന്നായിട്ട് കെട്ടുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഏണി ആയിരിക്കണം വെക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏറ്റവും മരത്തോട് ചേർന്ന് മരം വെക്കുക. അതിന് നന്നായിട്ടൊന്ന് കെട്ടിയേച്ച് മുകളിൽ കയറുക. മുകളിൽ ഒരു ചെറിയ ഇത് വെച്ചേക്കുക. ആ കൂടെ കയറുണ്ടെങ്കിൽ ഒരു കഷ്ണം കയറ്, മുളക് പറിക്കാൻ കയറുമ്പോൾ ഒരു കഷ്ണം കയറും കൂടെ ഉണ്ടെങ്കിൽ അത് കൈ വെച്ച് വെക്കുക. 1-2 കഷ്ണം ഏറ്റവും മേളിൽ കെട്ടി വരാൻ വേണ്ടി. അല്ല പിന്നെ നമ്മൾ കയറേണ്ടി വരും. അപ്പം ചിലപ്പോൾ അതെല്ലാം പോയി കിടക്കുമായിരിക്കും. അപ്പോൾ അല്ലെ ഓടി താഴെ പോകും. അതിന് പകരം നമ്മൾ ശരം കയറും എടുത്ത് കയറുക. എന്നിട്ട് മുകളിലോട്ട് കയറുക. മുകളിലോട്ട് കയറുമ്പോൾ മാക്സിമം ഇതിനകത്ത് കൈ കൊണ്ട് ഓരോന്ന് അടത്തിയെടുക്കാൻ പാടുള്ളൂ. വലിച്ചു പറിക്കരുത്. വലിച്ചു പറിച്ചാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അടുത്ത തവണ നമുക്ക് ഓരോ കണ്ണിക്കും ഓരോ മുള ഉണ്ടാകാനുള്ളതാണ്. അവിടെയാണ് കൂമ്പ് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഈ കണ്ണി എന്ന് പറയുന്നത്. ഇവിടെ ഓരോ കൂട്ടി പറിക്കാനാണെങ്കിൽ മുകളിൽ ചെന്നാലേ കിട്ടുള്ളൂ. ഈ കണ്ണീര് ഇവിടെ നിന്നാണ് നമുക്കിനി അടുത്ത് വരാനുള്ളത്. ഇവിടുന്ന് കൂമ്പ് വന്ന് ഇവിടുന്ന് ഒരു തിരി വരും. അപ്പോൾ നമ്മൾ വലിച്ചു പറിക്കാതിരിക്കുക. അപ്പോൾ ഒടിച്ചെടുക്കണം ഓരോ തിരി. അത് താമസമൊക്കെ പിടിക്കാൻ ധൃതിയൊന്നും വെക്കരുത്. മുകളിൽ കയറുക. മരം ഒരു കൈ മരത്തേലും ഒരു കൈ കൂട്ടി പിടിക്കുക. അത് നന്നായിട്ട് കണ്ണ് നന്നായിട്ട് സൂക്ഷിച്ചോണം. ഈ കണ്ണിയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കണ്ണാണ് പ്രധാനം. അത് ഏറ്റവും സൂക്ഷിക്കുക. ധൃതി വെക്കാതെ ഒരു കാരണവശാലും. അതിന് പകരം ഓരോന്നോരോന്ന് നടത്തിയെടുക്കുക. അതിന് ഈ പുഞ്ചമുളക് എന്ന് പറയും, പിഞ്ച്. ഈ പിഞ്ച് ഇതിൻ്റെ കൂടെ ഇടാതിരിക്കുക. ഒന്നിലേ പറിച്ച് കളയുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് കൂടെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ അത് മെതിക്കുമ്പോൾ അതിന് കൂടെ വെച്ച് മറ്റേ മുളകുമായിട്ട് കലരും. അപ്പോൾ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും, വില കുറയും. അതൊന്നും വരാതിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഓരോന്നോരോന്ന് പറിച്ചെടുക്കുക. ഇതാ ഇതിനകത്ത് പുഞ്ചമുളകൊന്നുമില്ല, മൂത്ത മുളകാണ്. അത് സമയമെടുത്തേ പൊയ്ക്കാവുള്ളൂ. താഴെ ആരിൽ നിന്നുമില്ല അഭിപ്രായമൊന്നും പറയാൻ പാടില്ല. കഥയൊന്നും കേൾക്കാൻ പോലും ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണ്. ശകലം മാറിപ്പോയാൽ നമ്മൾ താഴെ പോകും. ഭയങ്കര അപകടമാണ്. എന്നാൽ സൂക്ഷിക്കുക. മുകളിലൊന്ന് കയറി ഏണി റെഡിയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുകൂടെ കെട്ടിയിട്ട് കയറാവുള്ളൂ. കയറ് കയ്യിലുണ്ടെങ്കിൽ അതിന് ധൈര്യമായിട്ട് പിടിച്ചേക്കുക. കയറി പിടിച്ച് പൊറിച്ചെടുക്കുക. അതെ, താഴെ ഇറക്കുക. ഒരു ചാക്കിനകത്തേക്ക് ഇടുക. നല്ല പ്ലാസ്റ്റിക് ചാക്കാണെങ്കിൽ എളുപ്പമായി. അതിനകത്തേക്കിട്ട് ഒരു പകുതി ചാക്കിടാവുള്ളൂ. അതുകൊണ്ട് അതിന് മുളന്ന് കെട്ടിയിട്ട് മെതിക്കുക. ഇവിടെ മെതിക്കുക എന്ന് പറയുന്നത്. മെതിക്കുക. നല്ല